എന്റെ പ്രാണനെ നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തരികയാണ്, നിന്റെ നാമത്തിനു വേണ്ടി എന്റെ പ്രാണനെ ഞാൻ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ എന്റെ പിതാവ് മറ്റുള്ളവരുടെ ഉപദേശപ്രകാരം വലിച്ചിഴച്ച് റോഡിലേക്ക് കൊണ്ടുവന്നെറിഞ്ഞു. സന്ധ്യയായി. എന്നോട് പറഞ്ഞു, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, ഞങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ കാണരുത്, നിന്റെ നിഴൽ പോലും ഞങ്ങൾക്ക് ഇനി കാണണ്ട, എവിടെയെങ്കിലും പോയി തൊലഞ്ഞോ. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്ത് പറ്റിയാലും ഇനി ഞങ്ങൾക്കൊന്നുമില്ല, നീ അല്ലാഹുവിനെ, അതെ നിന്നെ അല്ലാഹു തള്ളിയതുകൊണ്ട് ഞാനും തള്ളിക്കളഞ്ഞെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പിതാവ് മടങ്ങിപ്പോയി. അതെ, ആരും എന്നെ കാണുന്നില്ല, എന്റെ ശബ്ദവും വെളിയിലോട്ട് വരുന്നില്ല. കാരണം ശബ്ദം എടുക്കാൻ വയ്യാതെ എന്റെ കഴുത്തിലെല്ലാം കുത്തിപ്പിടിച്ചിട്ട് പ്രൈസലോട് തൊണ്ടയ്ക്കകമെല്ലാം മുറിഞ്ഞു പോയതുപോലെ ശബ്ദം വെളിയിൽ വരുന്നില്ല. നാക്ക് തൊണ്ടയിലേക്ക് വരണ്ടിട്ട് വെള്ളം ആരെങ്കിലും എനിക്ക് തന്നെങ്കിലെന്ന് ചിന്തിച്ചുപോയി. കാതുകളിൽ ഒരു ശബ്ദവും കേൾക്കുന്നില്ല, ഒരു മുഴക്കം മാത്രം. ചെവിക്കന്നത്തിന് അടികൊണ്ട് ചെവിയിൽ ഒരു മുഴക്കം മാത്രമേ ഉള്ളൂ. കൈകാലുകളെല്ലാം പ്രൈസലോട് മരവിപ്പും വേദനയും കൊണ്ട് അപ്പോൾ ഒടിഞ്ഞുപോയ അസ്ഥികളിലെ വേദന അതേ പ്രൈസലോട് തലച്ചോറിലേക്ക് അരിച്ചു കയറും വേദന. അതേ പ്രൈസലോട് എനിക്ക് അപ്പോൾ ബോധം മാറിപ്പോകുന്ന മയക്കം വരുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്റെ യേശു എത്രയധികം കഷ്ടമായിരിക്കും അപ്പോൾ സഹിച്ചത്. ഹല്ലേലൂയ. പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ അവന്റെ ക്രൂശീകരണത്തിലുള്ള ക്രൂശ് മരണത്തിലൂടെ അവൻ ഏറ്റ പീഡനമെല്ലാം എന്റെ ഹൃദയത്തിലൂടെ കടന്നു വന്നു. യെരൂശലേം തെരുവീതിയിലൂടെ പച്ച പൈൻമരോ ചുമലിലേച്ചി പടയാളികളുടെ അടി കൊണ്ട് വീണും എഴുന്നേക്കാൻ വേണ്ടി പിന്നെയും അടിക്കും, വീഴുമ്പോൾ പിന്നെയും അടിക്കും, അടികൊണ്ട് വീഴും, പിന്നെയും അടിക്കും, എഴുന്നേക്കും, അടികൊണ്ട് വീഴും. ഇങ്ങനെ ക്രൂശും വലിച്ചുരച്ചോണ്ട് അടികൊണ്ട് വീണ് അതേ മാംസം കഷ്ണങ്ങളായി അപ്പകഷ്ണം പോലെ മുറിഞ്ഞു നിലത്തു വീണ് രക്തം ഒഴുകി ആ സമയത്തും തന്നെ ചൊല്ലി കരയുന്ന യെരൂശലേം പുത്രിമാരെ നോക്കിയിട്ട്, യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരവീനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന കർത്താവിന്റെ ആ രൂപം എന്റെ ഉള്ളിലേക്ക് വെളിപ്പെട്ടു വന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവിന്റെ കോമളമായ രൂപം, തേജസ്സുള്ള രൂപം നിസ്കരിക്കുന്ന റൂമിൽ ഇറങ്ങി വന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ എന്റെ കഷ്ടത്തിന്റെ നടുവിൽ അതെ ക്രൂശീകരണ സമയത്ത് അവന്റെ പ്രാകൃത രൂപം വേദന അനുഭവിച്ച് രക്തം നിറഞ്ഞൊഴുകുന്ന രക്തം അവിടങ്ങളിൽ കട്ടപിടിച്ചിരിക്കുന്ന താടി രോമങ്ങൾ പിച്ചിപ്പറിച്ച അവന്റെ ആ രൂപം അതെ എന്റെ ഉള്ളിൽ തെളിഞ്ഞ് ആ കഷ്ടത്തിന്റെ അനുഭവത്തിൽ കിടന്ന് കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. കർത്താവിന്റെ ആ ക്രൂശീകരണ സമയത്തുള്ള പീഡനത്തിൽ അനുഭവിച്ച ആ പ്രാകൃത രൂപം കാണുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു ജീവൻ വ്യാപരിച്ചു. ഹല്ലേലൂയ. കാരണം തന്റെ ക്രൂശീകരണത്തിലൂടെ ലോകത്തിന് നിത്യജീവൻ കൊടുത്ത ദൈവത്തിന്റെ സാന്നിധ്യം എന്റെ ഉള്ളിൽ ജീവനായി വ്യാപരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്റെ ആത്മാവിൽ ഒരു ഉച്ചാരണം ഇങ്ങനെ ഉണ്ടായി, അതേ കർത്താവ് തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്മാറാതെ അതേ പ്രൈസ് ക്രൂശിൽ മരിച്ച് ജനത്തെ വീണ്ടെടുത്ത് സാത്താന്റെ തലയെ തകർക്ക് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവം തന്റെ ദൗത്യം പൂർത്തീകരിച്ച് 3-ാം ദിവസം അവൻ ജീവിച്ചെഴുന്നേറ്റെങ്കിൽ എനിക്കൊരു എഴുന്നേൽപ്പുണ്ട്. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ ചെയ്ത് തികയ്ക്കും എന്നുള്ളൊരു ഉറപ്പിലേക്ക് എന്റെ ഹൃദയം വന്നു. ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ലോകത്തിൽ ദൈവം അയക്കുന്നിടത്തെല്ലാം പോയി യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തുക എന്നുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെ പ്രൈസ് ദി ലോർഡ് ഞാൻ മുൻപോട്ട് ഇഴഞ്ഞു ചെല്ലുമ്പോൾ ഒരു ബൂത്ത് കണ്ടു, ഒരു വീടിനോട് ചേർന്ന്. ഈ വീട്ടിൽ ആ ബൂത്തിൽ കയറി ഇന്ന് ഫോൺ ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഫോൺ ചെയ്തത് ഈ 10 ദിവസമായിരുന്ന ആലയത്തിലെ പ്രൈസ് ദി ലോർഡ് ആ പാസ്റ്ററുടെ മകൾക്കാണ്. അവർ ദൈവാലോചനകൾ കേട്ടിട്ട് എനിക്ക് ഫോൺ നമ്പറൊക്കെ എഴുതി എന്നെ പഠിപ്പിച്ചിരുന്നു, എന്തെങ്കിലും ആപത്തുണ്ടായി വിളിച്ചു പറയണമെന്ന്. എന്നാൽ അവരുടെ വാഹനത്തിൽ വന്ന് എന്നെ കൊണ്ടുപോയി. എന്നാൽ പിതാവ് എന്നെ അന്വേഷിച്ചറിഞ്ഞു. കാരണം എനിക്ക് വേണ്ടിയുള്ള മരണാന്തര കർമ്മങ്ങളെല്ലാം പള്ളിക്കാരുടെ ആലോചന പ്രകാരം പിതാവ് ചെയ്തു. അല്ല, പിതാവിന്റെ മൗലവി സ്ഥാനം അന്നേ പോയി. അതിനുശേഷം അദ്ദേഹം മൗലവി ആയിട്ടില്ല. ഹല്ലേലൂയ. ഇപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കാണാൻ വരും, എന്നെ വിളിക്കും, സ്നേഹ അന്വേഷണം അതെ പറയും. കഴിഞ്ഞ ആഴ്ചയിലും എന്നെ വന്ന് കണ്ടിട്ട് മടങ്ങിപ്പോകാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. മൗലിക സ്ഥാനത്തു നിന്നൊക്കെ അവരെ തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഊരുവിലക്കിൽ കീഴിലായി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അതുകൊണ്ട് അവരുടെ സ്വത്തുക്കളെല്ലാം പള്ളിയിലേക്ക് പകുതിയും എഴുതി കൊടുത്തു, എന്റെ പേരിലുള്ളതല്ല. ഇപ്പോൾ പള്ളിക്കാർ പറഞ്ഞ് മരണാന്തര കർമ്മം നടത്താൻ. ഒരു മുസ്ലിം മരിച്ചാൽ 3-ാം വാർഷിക 40-ാം ഹത്തം എല്ലാം നടത്തി ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള തെളിവുകളെല്ലാം പിതാവ് നശിപ്പിച്ചു. അങ്ങനെ ഇരുന്നിട്ടും ജമാഅത്തുകാർക്ക് സ്വസ്ഥതയില്ല. അവർ പറഞ്ഞു, ഇനി ഞങ്ങൾ നിങ്ങളെ സഹായിക്കണമെങ്കിൽ അവൾ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവരണം, അവളെ ജീവിക്കാൻ അനുവദിക്കരുത്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ കൂടെ അവളെ ജീവിക്കാൻ സമ്മതിക്കരുത്. കാരണം നമുക്ക് വിരോധമായി, ഇസ്ലാമിന് വിരോധമായി അവൾ സംസാരിക്കും, അവൾ പ്രസംഗിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ അവളെ കൊണ്ട് പ്രസംഗിപ്പിക്കും. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇസ്ലാമിന് വിരോധമായിട്ടല്ല, ജീവന്റെ മാർഗത്തിലേക്ക് മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നവരൊക്കെ അതെ വേർതിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചതാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ എന്റെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ലോർഡ്. അങ്ങനെ ഹല്ലേലൂയ. അതെ, എന്റെ പിതാവ് എന്നെ അന്വേഷിക്കാൻ തുടങ്ങി. എന്നെ അവിടെ കൊണ്ടിട്ടിട്ട് പ്രൈസ് ലോർഡ് ഞാൻ ഈ ബൂത്തിൽ വന്ന് ഫോൺ ചെയ്ത വിവരമൊക്കെ പിതാവ് അറിഞ്ഞിട്ട് ആ വഴിക്ക് എന്റെ പിതാവ് ഞാൻ ഇവിടെ പാർക്കുന്നത് അറിഞ്ഞു. അതുകൊണ്ട് എന്റെ മുറിവുകൾ വെച്ച് കെട്ടാൻ എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ രഹസ്യമായി ഒളിപ്പിച്ച് വെച്ച് മുറിവൊക്കെ അവർ തന്നെ വെച്ച് കെട്ടി. മുറിവൊക്കെ അസ്ഥികളൊക്കെ ഒടിഞ്ഞതുപോലെ ഇരുന്നങ്ങും അതെ മുറിവെല്ലാം കരിഞ്ഞു. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്റെ അസ്ഥികളൊന്നും നിവർന്നില്ല, അത് ഒടിഞ്ഞു തന്നെ ഇരുന്നു. ഹല്ലേലൂയ. എന്നാൽ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ വീട്ടുകാർ ഇവിടെ വരുമെന്നറിഞ്ഞ ഒരു ദിവസം എന്നെ അവിടെ നിന്ന് വേറൊരു ദൈവദാസന്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെയും എന്റെ വീട്ടുകാർ വന്നു. അവിടെ നിന്ന് മാറ്റി വേറൊരു വിശ്വാസിയുടെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്നും മാറ്റി മറ്റൊരു വീട്ടിൽ കൊണ്ടുപോയി. ഇങ്ങനെ ഓരോ വീട് തോറും വേഷം മാറ്റി പേര് മാറ്റി ഒളിച്ചൊളിച്ച് രാത്രികളിൽ അതെ സന്ധ്യകളിൽ ഹല്ലേലൂയ ആരും കാണാത്ത സമയങ്ങളിൽ പ്രൈസ് ഒളിപ്പിച്ചൊളിപ്പിച്ച് എന്നെ പാർപ്പിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് വല്ലാത്ത മാനസിക സംഘർഷം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഒരിടത്ത് 2 ദിവസമെങ്കിൽ അടുത്തടുത്ത് ഒരാഴ്ച, അവിടെ ഒരാഴ്ചയുമെങ്കിൽ അടുത്തടുത്ത് 3 മാസം. ഒരിടത്ത് ചെന്ന് ഒന്നങ്ങോട്ട് നിന്ന് അവരുടേതായ ഒരു പ്രൈസിലോട് സംസ്കാരം അല്ലെങ്കിൽ അവരുടേതായ ആ ഒരു ജീവിത രീതിയിലേക്ക് ഒന്നങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർന്ന് വരുമ്പോൾ അടുത്തടുത്തോട്ട് പോകും. അവിടെ ചെന്ന് കഷ്ടമനുഭവിച്ച് അല്ലെങ്കിൽ അവിടെ ഒന്ന് ചേർന്ന് ചെല്ലുമ്പോൾ അടുത്തടുത്തോട്ട് പോകും. ഇങ്ങനെ സഹിപ്പാൻ കഴിയാത്ത വിധത്തിൽ എന്നിൽ തന്നെ പ്രൈസിലോട് ഒരു വല്ലാത്ത അത് മാനസിക വ്യത എന്നെ പിടിക്കുവാനിടയായി തീർന്നു. ആ സമയത്തും എന്റെ കർത്താവിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇരുന്നു. ഏത് സാഹചര്യത്തോടും ഇഴുകി ചേരുമാറ് പരിശുദ്ധാത്മാവ് എന്നെ പണിതുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അവൻ എന്നെ മെനഞ്ഞുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവം അന്ന് എന്നെ എന്തിനാ അങ്ങനെ കൊണ്ടുപോയതെന്ന്. കാരണം ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണായിരിക്കത്തിന് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കഴിക്കുന്നത്. ഇതെല്ലാം പ്രൈസ് ദി ലോർഡ് എനിക്ക് അതെ ഏൽക്കാൻ തക്കവണ്ണം എല്ലാ കാലാവസ്ഥയും എല്ലാ ഭക്ഷണവും അനുഭവിച്ചത് പിടിക്കുന്ന വിധത്തിൽ എന്റെ ദൈവം അന്നേ എന്നെ പഠിപ്പിച്ചു. അന്നേ എന്റെ ശരീരമണ്ഡലങ്ങളെ പണിതു. ഹല്ലേലൂയ. ആ വിധത്തിൽ ദൈവം എന്നെ മാനിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എന്റെ പിതാവിനും കൂട്ടർക്കും എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വയ്യാതെയായി. ഈ സമയത്ത് ഒരു ദൈവദാസൻ ദർശനമുണ്ടായി. അലഞ്ഞു നടക്കുന്ന അനാഥയെയും അഗതിയെയും കണ്ടാൽ വീട്ടിൽ ചേർത്തോളണമെന്ന്. ഈ സമയത്താണ് എനിക്ക് ആരാശ്രയം തരുമെന്ന് അതെ പ്രൈസ് ദി ലോർഡ് അതെ ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ ഹല്ലേലൂയ അതെ അന്വേഷിച്ച് നടക്കുന്ന അദ്ദേഹം അറിയുന്നത്. അങ്ങനെ ഈ ആലോചന പ്രകാരം അദ്ദേഹത്തിന്റെ ഭവനത്തിൽ എന്നെ ചേർത്തു. പ്രൈസ് ദി ലോർഡ്. കോളനിയിൽ വിശ്വാസത്താൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ്. പ്രൈസ് ദി ലോർഡ്. അവരിന്ന് വടക്കേന്ത്യയുടെ പ്രദേശത്താണ്. എന്നാൽ അവരോട് ദൈവം ഇടപെട്ടത് കൊണ്ട് എന്നെ അവരോടൊപ്പം പാർപ്പിച്ചു. അവരെ എന്നെ കൂടെ പാർപ്പിച്ച സമയത്ത് ഏകദേശം 6 മാസം കഴിയുമ്പോൾ എന്റെ പിതാവിന്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി. എന്നെ സംരക്ഷിക്കുന്നവരെല്ലാം ഉന്നതരായ ക്രിസ്ത്യാനികൾ, ഉന്നതലകളിൽ പിടിബലമുള്ളവരാണെന്ന്. എന്നാൽ ആ സമയങ്ങളിൽ സാധുക്കളായ കൂലിവേല ചെയ്യുന്ന ക്രിസ്ത്യാനികൾ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് എന്നെ സംരക്ഷിച്ചത്. എന്നാൽ ദൈവം എന്റെ പിതാവിന് അങ്ങനെ ഒരു ചിന്ത കൊടുത്തു. അതുകൊണ്ട് എന്റെ പിതാവ് കേസ് കൊടുത്തു. കേസിൽ പ്രൈസ് ദി ലോർഡ് എന്നെ സംരക്ഷിച്ചവർക്ക് വിരുദ്ധമായിട്ട് തെളിവുകളെല്ലാം അതെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നെ തട്ടിക്കൊണ്ട് വന്നതാണെന്നും പ്രേരിപ്പിച്ച് മതം മാറ്റിയതാണെന്നും തെളിയിച്ച് പരാതി കൊടുത്തിട്ടുണ്ട്. കാരണം ഒരു അറബി കോളേജിൽ ഞാൻ പഠിച്ചിരുന്നെന്നും അവിടെ എന്നെ ചേർത്ത വർഷവും കാണാതെ പോയ വർഷവും വെച്ച് കൂട്ടി നോക്കിയാൽ എനിക്ക് 15 വയസ്സേ ഉള്ളൂ. എന്നാൽ അന്ന് എനിക്ക് 20 വയസ്സുണ്ട്. ഈ 20 വയസ്സുണ്ടെന്ന് എനിക്ക് പറയാനേ പറ്റൂ. കാണിക്കാൻ തെളിയിച്ചു കൊടുക്കാൻ ഒരു തെളിവില്ല. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ കേസ് ഒത്തുതീർപ്പാക്കാൻ വിളിച്ചു. പോലീസുകാർ പറഞ്ഞു, കൊച്ചേ നിന്റെ ബാപ്പായും ഉമ്മായോ ഇത് പ്രൈസ് ദി ലോർഡ് നീ യേശു ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നാ നിന്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകും, നിന്റെ മാതാപിതാക്കളോടൊപ്പം പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകാം, പക്ഷേ എന്റെ യേശുവിനെ ഞാൻ തള്ളി പറയത്തില്ല. പിതാവിന്റെ നിർബന്ധം ഞാൻ അവിടെ വെച്ച് യേശുവിനെ വിടണം. പ്രൈസ് ദി ലോർഡ്. വിട്ടിട്ടേ ചെല്ലാവൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു ഞാൻ വരാം, എന്നാൽ യേശുവിനെ തള്ളി പറയത്തില്ല. അവിടെ വെച്ച് കേസ് ഒത്തുതീർപ്പായില്ല. അപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ, ഇവർക്ക് ക്രിസ്ത്യാനികൾ ഉണ്ടെന്നുള്ള ബലമാണ്, ധൈര്യമാണ്, അതുകൊണ്ടാണ് ഇവൾ യേശുവിനെ തള്ളി പറയാത്തത്. എന്നാൽ ക്രിസ്ത്യാനികളും ഇവളെ സംരക്ഷിക്കാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ഈ കേസ് ഇവിടെ വെച്ച് ഒത്തുതീർപ്പാക്കണ്ട, കോടതിയിൽ പോട്ടെന്ന് പറഞ്ഞു. കാരണം പിതാവിന്റെ ഉദ്ദേശം ഇതാണ്, എനിക്ക് 15 വയസ്സേ ഉള്ളത് കൊണ്ട് വീട്ടുകാരോടൊപ്പം കോടതി എന്നോട് പോകാൻ പറയും. ആ തെളിവുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ. എന്നാൽ ഞാൻ പോകുന്നില്ലെന്ന് അതെ നിർബന്ധം പിടിച്ച പോലീസുകാരല്ലെങ്കിൽ കോടതി തന്നെ എന്നേക്ക് സംരക്ഷണം തരും, റെസ്ക്യൂ ഹോമിലൊക്കെ അടയ്ക്കും. കാരണം മെച്ചൂറാകുന്നത് വരെ കോടതിക്ക് തന്നെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഹല്ലേലൂയ നിയമങ്ങൾ, അതുപോലെ ചെയ്യും. അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ പിന്നെ എന്നെ സംരക്ഷിക്കത്തില്ല, അവരുടെ ബലം എനിക്ക് ഉണ്ടാകത്തില്ല. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ തിരിമറികൾ നടത്തി എന്നെ കൊണ്ടുപോവുകയും ചെയ്യാം. ഇങ്ങനെ എന്റെ പിതാവ് പ്ലാൻ ഇട്ടു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കേസ് കോടതിയിലേക്ക് വിട്ടു. എന്നാൽ ഞാൻ പറയട്ടെ, തെളിവുകളെല്ലാം എന്റെ പിതാവിന് അനുകൂലം, എല്ലാം എനിക്ക് പ്രതികൂലം. പക്ഷേ എന്നോട് കൂടെ അതേ പ്രൈസ് ദി ലോർഡ് സത്യദൈവമായിരിക്കുന്ന ക്രിസ്തു, അവൻ സത്യദൈവമായി എന്നോട് കൂടെ ഇരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്കെതിരെ വന്ന അസത്യത്തെ എന്റെ ദൈവം എനിക്ക് നീതിയാക്കി തീർത്തു.